നമ്മൾ മാഹിയിലാണ് ഉള്ളത്. മാഹി പള്ളിയുടെ തൊട്ട് മുന്നിലാണ്. നമുക്കൊപ്പം ശ്രീ എം മുകുന്ദനുണ്ട്, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മുകുന്ദേട്ടൻ. അപ്പോൾ ക്രിസ്മസ് ദിനത്തിൽ മുകുന്ദേട്ടനെ കിട്ടിയതിൽ വലിയ സന്തോഷമുള്ളൊരു കാര്യം. മുകുന്ദേട്ട, ഇന്നലെ രാത്രി 11:30 വത്തിക്കാനിൽ മാർപ്പാപ്പ വിശുദ്ധ വാതിൽ തുറന്നത്. 25 വർഷത്തിന് ശേഷമാണ് ആ വിശുദ്ധ വാതിൽ തുറക്കുക എന്നാണല്ലോ ചരിത്രം. ഇതിന് മാർപ്പാപ്പ പറഞ്ഞത് ലോകമെമ്പാടും ഈ യുദ്ധമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സന്മനസ്സുള്ള മനുഷ്യരായിട്ടിരിക്കാൻ കഴിയട്ടെ എന്നാണ്. ഈ ക്രിസ്മസ് ദിനത്തിൽ മുകുന്ദേട്ടന് നമ്മുടെ പ്രേക്ഷകരോട് പറയാൻ എന്താ ഉള്ളത്? അല്ല, എനിക്ക് രണ്ട് കാര്യം. ഒന്ന് ലോകത്തിൻ്റെ കാര്യം, ഒന്ന് നമ്മുടെ കാര്യവും. ലോകത്തിൻ്റെ കാര്യം, ഇപ്പം യേശുദേവൻ ജനിച്ച് ജീവിച്ച നാടിലല്ലേ ഇപ്പം, ആ നാട്ടിലല്ലേ ഇപ്പം യുദ്ധം നടക്കുന്നത്. പ്രായമായവരും കുട്ടികളും സ്ത്രീകളും എല്ലാം മരിച്ചു വീഴുവാൻ. അതൊന്ന് അവസാനിച്ച് കാണണം. അടുത്ത വർഷം നമ്മൾ വീണ്ടും ഇങ്ങനെ കണ്ടുമുട്ടുകയാണെങ്കിൽ അപ്പോൾ യുദ്ധമുണ്ടാകരുത്. അതാണ് നമ്മുടെ ലോകത്തെക്കുറിച്ചുള്ള എൻ്റെ സ്വപ്നം. നാട്ടിനെക്കുറിച്ചുള്ള സ്വപ്നം കുറേയുണ്ട്. അത് പറയാൻ പറ്റിയ സമയമല്ലേ? അതെ, ശരി. മാത്രമല്ല, വരുന്ന വാർത്തകൾ ആ അർത്ഥത്തിൽ നമുക്ക് സന്തോഷം തരുന്ന വാർത്തകളും അല്ല, ചില വാർത്തകൾ അല്ലേ? ഇല്ല, സന്തോഷം തരുന്ന വാർത്തകൾ ഇല്ല ഇപ്പോഴും. എനിക്കൊന്ന് ആളുകൾക്ക് ഇപ്പോൾ അത് വേണ്ടെന്നുള്ളതാണ്, സന്തോഷം തരുന്ന വാർത്തകൾ. എനിക്ക് മലയാളത്തിൽ ആദ്യമായിട്ട് ഇൻ്റർനെറ്റിൽ നോവൽ എഴുതി അല്ലേ, നൃത്തം എന്ന്. അപ്പം ഈ ഇൻ്റർനെറ്റ് കാലമാണല്ലോ. ഞാൻ രാവിലെയൊക്കെ വന്ന് ആളുകളുമായിട്ട് നല്ല വർത്തമാനങ്ങൾ പറയാൻ ചില പോസിറ്റീവ് വാചകങ്ങൾ പറയുമായിരുന്നു മൂന്നേട്ട. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഷെയർ ചെയ്യുന്നത് ഏത് വാചകങ്ങളാണെന്നറിയാമോ? ബന്ധങ്ങളെക്കുറിച്ചുള്ള വാചകങ്ങളാണ്. അത് പ്രണയമാവാം, സൗഹൃദമാവാം, രക്തബന്ധമാവാം, പലതരത്തിലുള്ള ബന്ധങ്ങളെക്കുറിച്ചുള്ള ആളുകൾക്ക് ഈ ബന്ധങ്ങളുടെ കാര്യത്തിൽ വലിയ ആശങ്കയും ആകുലതയും വർദ്ധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ബന്ധങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബന്ധങ്ങളില്ല ഇപ്പം നമ്മൾ മയ്യയിൽ ഇവിടെ ഇരിക്കില്ല. മുമ്പൊക്കെ എൻ്റെ ചെറുപ്പകാലത്തേക്ക് ഞാൻ ഇവിടെ നടന്നു പോകുമ്പോൾ ആരെയും കണ്ടു വാ ഒരു ചായ കുടിക്കാന്ന് പറയും കേട്ടോ. അവിടെ എവിടെയെങ്കിലും പോയിരുന്നു ഒരു ചായ കുടിച്ച് വർത്തമാനക്കും. ഇപ്പം മിണ്ടില്ല, കണ്ട് ഇങ്ങനെയായിട്ടങ്ങ് പോകും കേട്ടോ. അത് മിണ്ടലില്ല. അല്ലെങ്കിൽ മറ്റേ കയ്യിലെ മൊബൈലുണ്ടാവും, അവർ വെച്ചുകൊണ്ടാണ്. ബന്ധങ്ങളില്ല. അത് എന്താണ് പറ്റിയതെന്ന് എനിക്കറിയില്ല. ബന്ധങ്ങളാണല്ലോ ഒരു സമൂഹത്തെ നിലനിർത്തുന്നത്. നമ്മൾ എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും, ആ ബന്ധങ്ങളൊക്കെ അറ്റുപോവുകയാണ്. ചിലത് സ്വാഭാവികമാണ്. കാര്യം നമ്മുടെ സാമൂഹിക ജീവിതം മാറുന്നു. പണ്ട് കൂട്ടുകുടുംബമായിരുന്നു, ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലി വന്നു, ആളുകൾ യാത്ര ചെയ്തു. അതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ നമ്മൾ വല്ലാതെ ഒറ്റപ്പെടുന്നു എന്നൊരു ഫീലിംഗ് കൂടി വരിക. അതുണ്ട്. അതിന് ഉത്തരവാദി നമ്മൾ തന്നെയാണ്. ഇപ്പം നമ്മുടെ മനസ്സിൽ പണ്ടല്ല ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്നാണ് ചിന്തിച്ചത്. ഇപ്പം അത് പോയിട്ട് ഞാനായി കേട്ടോ. നമ്മളിപ്പോഴില്ല, ഞാനായി. അതാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ സംബന്ധിച്ചുള്ള വലിയൊരു മാറ്റം. ഈ നമ്മളിൽ നിന്ന് അല്ല ഞങ്ങളിൽ നിന്ന് ഞാനിലേക്കുള്ള പരിവർത്തനം. അതാണ് അപകടം ചെയ്യുന്നത്. നമ്മൾ വീണ്ടും ചിന്തിക്കാൻ പഠിക്കണം നമ്മൾ എന്ന്. പക്ഷെ അതെങ്ങനെ എത്ര പെട്ടെന്ന് സാധിക്കും എന്നുള്ളതാണ് കാര്യം. പണ്ടൊക്കെ ഇപ്പോൾ മുകുന്ദേട്ടൻ അറിയാലോ, മാഹിയിലാവുന്ന സമയത്തും മുകുന്ദേട്ടൻ എഴുതാൻ തുടങ്ങുന്നതിനും മുകുന്ദേട്ടനെ സഹായിച്ച ഒരുപാട് ഘടകങ്ങൾ മയ്യിഴിയിലുണ്ട്. അവർ കഥാപാത്രങ്ങളായി വന്നിട്ടുമുണ്ട്. ആ സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് ആ സാഹചര്യങ്ങൾ തുലോം കുറയുന്നു അല്ലേ? ഈ ഒത്തുചേരുന്ന പൊതുവിടങ്ങൾ വളരെ കുറയുന്നൊരവസ്ഥ ഉണ്ടാവുന്നില്ലേ? അല്ല, അതിന് പല കാരണങ്ങൾ. എനിക്കൊന്ന് സമൂഹം വിഭജിക്കപ്പെട്ടു പോയി. മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ ഉണ്ടല്ലോ അടിസ്ഥാനത്തിൽ. അതാണ് ഒരു വലിയൊരു കാരണം. ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഇപ്പം മയ്യഴിയിൽ തന്നെ ഇപ്പം എന്നെ തന്നെ ആളുകൾ ഒരു കാലത്ത് എല്ലാവരും ഒരേപോലെ കണ്ടിരുന്നു. എനിക്കൊരു പുരസ്കാരം കിട്ടുമ്പം എല്ലാവരും ഒത്തുചേർന്ന് ആഘോഷിക്കുമായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പം അങ്ങനെ ആഘോഷിക്കുമ്പോൾ ഒരു വിഭാഗം വിട്ടു നിൽക്കും, ബോയ്ക്കോട്ട് ചെയ്യും. പൊളിറ്റിക്കലായിട്ടാണോ? അത് ഇവിടെ അത് പൊളിറ്റിക്കലായിട്ടാണ്. അത് ചിലപ്പോൾ പൊളിറ്റിക്കലായിരിക്കാം, ചിലപ്പോൾ മതത്തിൻ്റെ പേരിലായിരിക്കാം. അങ്ങനെയുണ്ടല്ലോ, നമ്മൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അത് അങ്ങനൊന്നും സ്വപ്നം പോലും ഒരുപക്ഷെ മുകുന്ദേട്ടൻ കണ്ടിട്ടുണ്ടാവില്ലല്ലേ? കണ്ടിട്ടില്ല. അത് അപ്പം അത് വലിയ പ്രതീക്ഷിക്കാത്തൊരു മാറ്റമാണ്. അതായത് നമ്മൾ വിഭജിക്കപ്പെടുകയാണ്. പല ചായ അപ്പം നമ്മൾ പല രീതിയിലും ഇങ്ങനെ വിഭജിക്കപ്പെടുകയാണ്. മുമ്പ് ഒരു മലയാളിയെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പം പല മലയാളികളാണ്, പലതരത്തിലുള്ള മലയാളികൾ. ഇതൊക്കെ വലിയ വിഷയങ്ങളാണ്. അതിന് പല കാരണങ്ങളുണ്ട്. കാരണങ്ങൾ എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നാൽ പിന്നെ അത് വലിയ വിഷയമായിപ്പോൾ. അതുകൊണ്ട് നമ്മൾ അതിൽ മറ്റൊരവസരത്തിൽ നമുക്ക് സംസാരിക്കാം. നമ്മളിപ്പം നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് യേശുദേവനാണ്, കുരിശിൽ കിടക്കുന്ന യേശുദേവൻ. എൻ്റെ ഇന്നലെ രാത്രിയൊക്കെ എന്നെ മനസ്സിലതായിരുന്നു. യേശുദേവൻ്റെ ചിത്രങ്ങൾ ഇങ്ങനെ കാണുമായിരുന്നു. ആ കുരിശിൽ കിടക്കുന്നതുണ്ടല്ലോ, അതൊരു അത്ഭുതകരമായിട്ടുള്ള ദൈവമാണ് കേട്ടോ. ഈ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അപ്പോൾ ഈ
ക്രിസ്തുവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഗാന്ധിയെ കുറിച്ച് നമ്മൾ ആലോചിക്കും, ഗാന്ധിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ ബുദ്ധനെ കുറിച്ച് ആലോചിക്കും. അപ്പോൾ ഇവരെല്ലാവരെ കുറിച്ച് ആലോചിക്കുമ്പോഴും ഈ സാധാരണക്കാരായ മനുഷ്യരെ കുറിച്ച് ആലോചിക്കുകയും അവർക്കൊക്കെ വേണ്ടി നേരം കണ്ടെത്തുകയും ചെയ്ത മനുഷ്യരായിരുന്നല്ലോ ഇവർ. പക്ഷെ ഇപ്പോൾ സ്വന്തം വീട്ടിലുള്ളവരുടെ പോലും കാര്യം നോക്കാൻ സമയമില്ലാത്ത അവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. അതായത് ഒരുപാട് പേർക്ക് വേണ്ടി സമയം മാറ്റിവെച്ചവരാണല്ലോ ക്രിസ്തു ആണെങ്കിലും, ഇനി കൃഷ്ണനാണെങ്കിലും അങ്ങനെയാണല്ലോ. തീർച്ചയായിട്ടും അവരൊന്നും അവർക്ക് വേണ്ടി ജീവിച്ചിട്ടില്ലല്ലോ, അല്ലേ? ബുദ്ധനായാലും അല്ലേ, യേശു ആയാലും എല്ലാം അവർക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോഴങ്ങനെയല്ലേ, ഇപ്പം നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു കാലത്തിലേക്കാണ്. ഇത്തവണ ഈ 1924 സർവ്വമത സമ്മേളനം നടന്നതിൻ്റെ 100ാം വാർഷികം വത്തിക്കാനിൽ ഇത്തവണ ആഘോഷിച്ചല്ലോ. അപ്പോൾ ആ സമയത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്യങ്ങളൊക്കെ പറയുമ്പോൾ കാലാനുവർത്തിയായി അതിരുകൾ കടന്നുപോയ ശ്രീനാരായണ ഗുരുവിനെ അത്രയൊക്കെ ആഘോഷിച്ചിട്ടും ഗുരുവിനെ വേണ്ടത്ര മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. ഗുരുവിനെ ആഘോഷിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ ഗുരുവിനെ മനസ്സിലാക്കാതെയാണ്. ഗുരുവിനെ ഒരു സമുദായത്തിൽ തളച്ചിട്ടില്ലേ, അത് തന്നെയല്ലേ ഏറ്റവും വലിയൊരു തെറ്റ്. ഒരു സമുദായത്തിൻ്റെ ആളായിട്ട് ഗുരുവിനെ ചുരുക്കിയെടുത്തില്ലേ, അതാണ് ഗുരുവിനോട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു. ശരിക്കും നമ്മളൊക്കെ ഒരർത്ഥത്തിൽ എത്ര ഭാഗ്യവാന്മാരാണല്ലേ തോന്നേട്ടാ. ഇപ്പോൾ ഗുരു ആണെങ്കിൽ ഒരു ഭാഗത്ത്, വാഗ്ഭടാനന്ദനാണെങ്കിൽ വേറൊരു വഴിക്ക്, ഇപ്പോൾ ചട്ടമ്പി സ്വാമി ആണെങ്കിൽ മറ്റൊരു വഴിക്ക്, അതേപോലെ അംബേദ്കർ, അങ്ങനെ ക്ഷമിക്കണം നമ്മുടെ അയ്യങ്കാളി, അങ്ങനെ ഒരുപാട് പേര്, ഇപ്പം പൊയ്കയിൽ അപ്പച്ചൻ, അങ്ങനെ ഒരുപാട് മനുഷ്യർ ജീവിച്ച് നമുക്ക് മാതൃകയായിട്ടും നമുക്ക് അവരെ ഒന്നും പിൻപറ്റാൻ പറ്റില്ല. അല്ല, എന്നിട്ടും നമ്മൾ നന്നായില്ല എന്നുള്ള അല്ല. ബുദ്ധനും യേശുവും മുതൽ ഇങ്ങോട്ട് നാരായണ ഗുരുവും ഇവരൊക്കെ അയ്യങ്കാളി ഇവരൊക്കെ ഉണ്ടായിട്ടും നമ്മൾ നന്നായിട്ടില്ല. ഇനി ആരാണ് നമ്മളെ നന്നാക്കുക? മാത്രമല്ല ഈ പുൽക്കും